ഹായ് ഫ്രണ്ട്സ്, പെരുന്നാൾ തലേന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ എന്ന് കാണുന്നത്. വളരെ ചെറിയൊരു വ്ളോഗാണ്. കുക്കിംഗ് ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നുമില്ല, ചെറുതായിട്ട് ഞാൻ കാണിച്ചു പോകുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തലേ ദിവസത്തെ കാര്യമാണ് കേട്ടോ ആദ്യം ഞാൻ കാണിക്കുന്നത്. തലേന്ന് അതായത് ഒരു പെരുന്നാൾ 2 ദിവസം മുന്നേ ഉള്ള ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ആ 2 ദിവസം മുന്നേ നമുക്ക് ഈ അലുവയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണം. അത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നതും അല്ല ഒരു കറക്റ്റ് ടെക്സ്ചറൊക്കെ ഒന്ന് ആകുന്നതിന്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 ദിവസം മുന്നേ തന്നെ ഹൽവയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളിത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയുള്ള പരിപാടിയാണ് കേട്ടോ. അല്ല നോമ്പ് പിടിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മധുരമൊക്കെ ചെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ഇത് റെഡിയാക്കിയിട്ടൊന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് നോമ്പിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. 29ാമത്തെ നോമ്പിൻ്റെ അന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ക്ലീനിങ്ങിലോട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടേ. അപ്പം അടുത്ത ദിവസം പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വീടൊക്കൊന്ന് വൃത്തിയാക്കിയൊന്നുമില്ലാന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ മുകളിലത്തെ ഫ്ലോറിലേക്ക് ഞാൻ ഒരു 2 ദിവസം മുന്നേ കയറി എല്ലായിടത്തൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താഴെ നമ്മൾ പെരുന്നാൾ അടുപ്പിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ള ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം ഇപ്പോൾ എന്തായാലും നാളെ പെരുന്നാളാണ് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഈ കാർ ഷെഡും നമ്മുടെ ആ ഒരു സിറ്റൗട്ട് കൊണ്ടുവരും, എപ്പോഴും പൊടി പിടിക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ എപ്പോഴും ഇങ്ങനെ കഴുകി തന്നെയാണ് കേട്ടോ ഇറക്കുന്നത്. അപ്പോഴും എനിക്കൊരു മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു കാർ ഷെഡും സിറ്റൗട്ടും കൂടെ ഒന്ന് കഴുകി ഇറക്കുന്നുണ്ട്. ലിക്വിഡ് സർഫ് വെച്ചിട്ടൊക്കെ ഞാൻ കഴുകും കേട്ടോ. ഇപ്പോൾ ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ടാണ് കഴുകി ഇറക്കിയത്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സിറ്റൗട്ട് കഴുകി എല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ കാർ ഷെഡിൻ്റെ ആ ഒരു ഭാഗവും നന്നായിട്ട് എല്ലാം ഒന്ന് കഴുകി ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചനും ഞാൻ ഒന്ന് കഴുകി ഇറക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ഹൽവയൊക്കെ തയ്യാറാക്കിയതിൻ്റെ ഒരു എണ്ണമയവും ആ ഒരു നെയ്യിൻ്റെയൊക്കെ ഒരു ഇത് തറയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും തറയിലോട്ട് ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒരു ഇതൊക്കെ തെറിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഞാൻ ഒന്ന് കഴുകി ഒന്ന് ഇറക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാക്വം ക്ലീനർ വെച്ച് പൊടിയൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം പിന്നെ നന്നായിട്ട് ഒരു 2-3 തവണ തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടും വീടൊക്കെ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് മോപ്പൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് കഴുകി ഉണങ്ങാനിട്ടിട്ടുണ്ട്. പിന്നെ മുസല്ലിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചതല്ലേ. അപ്പോൾ നാളെ പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകി നന്നായിട്ട് ഡെറ്റോളൊക്കെ മുക്കി ഒന്ന് വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ ആ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല നീറ്റാക്കി എടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു വീഡിയോ, ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസമാണ് കേട്ടോ മനസ്സിന്. ഇങ്ങനെ വീട് കിടക്കുന്നത് കാണാൻ നല്ല ക്ലീനായിട്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നോമ്പ് തുറയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഞാൻ ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ തയ്യാറാക്കിയത്. വേറെ അങ്ങനെ ഫ്രൈ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇറച്ചിയൊന്നും വെക്കാനായിട്ട് നിന്നില്ല കേട്ടോ. മുട്ട വെച്ചിട്ട് ഒരു ചെറിയൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കി അപ്പവും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മളിനി നാളെ ഇനി ഇറച്ചി അങ്ങനത്തെ ഒരു ബഹളമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. സാധാരണ ഞാൻ തലേ ദിവസം നമ്മൾ വൈകിട്ട് വെക്കാറുണ്ട്, ഇപ്രാവശ്യം ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ മുട്ട മാത്രം വെച്ചിട്ടൊരു റോസ്റ്റൊക്കെ വെച്ചിട്ട് അപ്പവും തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് പൂച്ച വന്നിരുന്നത് ഭയങ്കര ബഹളമാണ്, വിശക്കണേന്ന് പറഞ്ഞ് ഭയങ്കര വിളിയും ബഹളമായിരുന്നു. പിന്നെ അതിന് കുറച്ച് പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചതുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തണുപ്പിച്ച് അതിന് കൊടുത്ത് അതിനെ ഒന്ന് സെറ്റാക്കി ഒരു സൈഡാക്കി ഇരുത്തി. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് അപ്പമൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു രാത്രി ഒരു 8-9 മണിയായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പം ഈ ഒരു ടൈമിലാണ് ആ ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ബിരിയാണിക്കും ചിക്കൻ ഫ്രൈക്കും മട്ടൻ ഫ്രൈക്കും ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വേണമല്ലോ ഈ ഒരു ഐറ്റംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ച പാലൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. നല്ല കട്ടി പാലായതുകൊണ്ട് തന്നെ നന്നായിട്ടത് കുടിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും അടുത്തുള്ള ബാക്കിയുള്ള ജോലിയുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടൊന്നുമില്ല, മുളിച്ചിരുന്നിട്ടുള്ള പണി തന്നെയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ മട്ടനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലൊന്ന് വേവിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ചിക്കനും മസാലയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടെന്ന് ഇതിനിടയ്ക്ക് അതും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കണം ഭയങ്കര അലമ്പാണ് കേട്ടോ. കിച്ചൺ മൊത്തം ഒന്ന് മെസ്സായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും വീഡിയോ. അപ്പം അതൊക്കെ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് പോകാനുള്ള സമയം പിന്നെ നമ്മൾ കുളിച്ച് വൃത്തിയായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മയും വാപ്പയും കൂടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത് പെരുന്നാൾ നമസ്കാരത്തിനായിട്ട്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞു. പിന്നെ അവിടെയുള്ള ഒരു ചെറിയൊരു പ്രസംഗം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടിയപ്പമാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇടിയപ്പം പിന്നെ മട്ടൻ കറിയും മട്ടൻ ഫ്രൈയും പിന്നെ ചിക്കൻ ഫ്രൈയും പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. പിന്നെ ഹൽവയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ കുറച്ച് ചിക്കൻ ഒന്ന് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി മട്ടൻ വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ട്. ബിരിയാണിക്കുള്ള സംഭവങ്ങളൊന്നും രാത്രി ചെയ്തതല്ല, ഈ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്തതാണ് കേട്ടോ. മട്ടൻ വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്, പിള്ളേരൊക്കെ
വന്നു, അവർക്ക് കഴിച്ചു. പിന്നെ ഇതാ ഞാൻ കുറച്ച് സേമിയൊക്കെ വെച്ചിട്ട് കസ്റ്റേർഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സേമിയ നമ്മൾ കസ്റ്റേർഡ് റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് സേമിയ വേവിച്ചിട്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ചിട്ട് ആണ് കേട്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, ട്രസ്ലെച്ചസ് കേക്ക്, അതും ഡെസേർട്ടായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ റെസിപ്പി കാണിച്ചിട്ടില്ല എങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഒരു ഷെയറും കമൻറ്റ്